Watch full episodes on Jio Hotstar. മേഡം കാണുകോ, ഇപ്രാവശ്യം ജെനിയും ജോഡിയും ദീപാവലിക്ക് വേണ്ടി അടിപൊളി പ്ലാനിംഗ് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. രുദ്ര ഓൾറെഡി നല്ലൊരു പ്ലാനിംഗ് ഷെയർ ചെയ്തിട്ടുണ്ട്. ജെനിയോടും ജോഡിയോടും നിങ്ങൾ പറയുമല്ലോ, രുദ്രയോട് ചേർന്ന് എല്ലാ പ്ലാനിങ്ങും ഒരുമിച്ച് ചെയ്യാമെന്ന് പറയും. രുദ്ര എന്നോട് പറഞ്ഞിരുന്നു അവനെന്തോ പുതിയ ഫയർ ക്രാക്കേഴ്സ് തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാം രുദ്ര ചെയ്യും. പിന്നെ എന്റെ കുട്ടികൾ എന്താ ചെയ്യേണ്ടത്? അവരിവിടെ വേസ്റ്റ് ആണോ? അവർക്കൊന്നും ചെയ്യാനാവില്ലേ? അവരെ ഒന്നിനും കൊള്ളാത്തവരാക്കി വെച്ചിരിക്കുക. ഹലോ ഷക്ലീന, എന്താ നീ ആലോചിച്ചത്? അല്ല, അത് പിന്നെ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ എത്ര നല്ല ഐഡിയ തന്നിരിക്കുന്നത്. കുട്ടികൾ എല്ലാവരും ഒന്നിച്ച് കാര്യങ്ങൾ ചെയ്യട്ടെ. ഞാൻ ചെന്ന് കുട്ടികളോട് പറഞ്ഞേക്കാം. അവരുടെ പ്ലാൻ രുദ്രയോട് പറയാൻ പറഞ്ഞേക്കാം. അല്ലെങ്കിൽ തന്നെ എന്റെ കുട്ടികൾ വളരെ ഇന്റലിജന്റ് ആണല്ലോ. അക്കാര്യം നിങ്ങൾക്കും അറിയാം. അതെ അതെ അതെ, നല്ലോണം അറിയാം. നിന്റെ കുട്ടികൾ ഇന്റലിജന്റ് ആണ് പോലും. എനിക്കിപ്പോ വരുന്ന ദേഷ്യത്തിനുണ്ടല്ലോ. മേഡം കാണുമ്പോ നിങ്ങളിപ്പോൾ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? അത് പിന്നെ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാ, എല്ലാ കുട്ടികളും ഒരുമിച്ച് വേണം എന്തും ചെയ്യാൻ. പിന്നെ നിന്റെ കുട്ടികളും എത്ര ടാലന്റഡ് ആണ്. എനിക്കറിയാം, എന്റെ കുട്ടികൾ വളരെ ടാലന്റഡ് ആണ്. രുദ്ര പ്രത്യേകിച്ച് എന്തായിരിക്കും ചെയ്തത്? സ്പെഷ്യൽ പടക്കങ്ങൾ വാങ്ങിയിരിക്കുന്നു. ഞാൻ അവനെയും അവന്റെ പടക്കങ്ങളും രണ്ടിനെയും ഇല്ലാതാക്കും. ഷക്ലീനയുടെ മാജിക് ഇതാ തുടങ്ങുന്നു. രുദ്ര, അങ്ങോട്ട് നോക്ക്. ഈ റോക്കറ്റ്സ് ഒക്കെ നമ്മൾ നോക്കിയാണല്ലോ വരുന്നത്. രുദ്ര, അതൊക്കെ ഇപ്പൊ ഒന്നായി ചേരുകയാണ്. അവസാനം അത് നമ്മുടെ കഥ അവസാനിപ്പിക്കുന്ന തോന്നുന്നേ. സോഗ, ഷക്ലീനെ എന്നെ വളരെ അത്യാവശ്യമായി അവിടേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ്. ദീപാവലിക്ക് വേണ്ടി വളരെ വലിയ ഒരു പ്ലാൻ ചെയ്യേണ്ടതുണ്ട്. സോഗയെ കൊണ്ട് അതൊന്നും ചെയ്യാൻ പറ്റില്ല. സോഗയെ കൊണ്ട് അതൊന്നും പറ്റില്ല. വലിയ പ്ലാൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്? ഞാൻ പോവുക. നിങ്ങൾ എല്ലാവരുടെ കയ്യിൽ നിന്ന് അടി വാങ്ങും. അവസാനം ഞങ്ങളെ എല്ലാവരുടെ കയ്യിൽ നിന്ന് തല്ലി മേടിപ്പിക്കും. അവിടെ ആ രുദ്രയെ കാണാൻ കൊച്ചു ചെക്കനാ, പക്ഷേ അവൻ ഞങ്ങളെ ഇട്ട് പെരുമാറും. ഈ ഷാക്കാലിന്റെ കൂടെയാണുള്ളത്. അപ്പോൾ നീ ഒരിക്കലും പേടിക്കാൻ പാടില്ല. അയ്യോ, ദേ നോക്ക്, രുദ്രയുടെ വെൽക്കം മെസ്സേജ് എത്തിക്കഴിഞ്ഞു. ആരാണ് ആ ചതിയൻ? എന്നോട് വിശ്വാസവഞ്ചന കാണിച്ച ആ ചതിയൻ ആരാണ്? ഇക്കാര്യം രുദ്രയോട് ചെന്ന് പറഞ്ഞത് ആരാണ്? ഞാൻ ഇങ്ങോട്ട് വരുന്ന കാര്യം അവൻ എങ്ങനെ അറിഞ്ഞു? നീയാണോ അവനോട് ചെന്ന് പറഞ്ഞത്? പിന്നെ നീ എന്തിനാണ് ചെന്ന് അവനോട് പറഞ്ഞത്? നിന്റെ കുട്ടികൾ പോലും അത് പറഞ്ഞില്ല. അല്ല,
ഞാനെന്തിനാ ഇക്കാര്യമൊക്കെ ചെന്ന് പറയുന്നത്? ആ, പിന്നെ എങ്ങനെയാണ് അവൻ ഇത്രയും വലിയൊരു റോക്കറ്റ് എന്റെ നേർക്ക് അയച്ചത്? അവൻ എന്നെ സ്വാഗതം ചെയ്യാൻ വേണ്ടി ശരിക്കും തയ്യാറെടുത്തിരിക്കുകയാണ്. ഷാക്കാൽ, ഐ എം സോ സോറി. ആ റോക്കറ്റ് ഞാനാ അയച്ചത്. രുദ്രയെ ആക്രമിക്കാൻ വേണ്ടിട്ടാ. എന്നാൽ നീ ആ വഴിയിൽ വന്നു. ഷാക്കാൽ, ഞാൻ അപ്പോഴേ നിങ്ങളോട് പറഞ്ഞതല്ലേ, ഇപ്പോഴും പറയാ നമുക്ക് തിരിച്ചു പോയി കളയാന്നേ. ഈ ദീപാവലി നമുക്ക് സന്തോഷമായിട്ട് വീട്ടിൽ തന്നെ ആഘോഷിക്കാം. നിങ്ങളുടെ എന്റെയും ദീപാവലി എന്തിനാ നമ്മളിങ്ങനെ വെറുതെ നശിപ്പിക്കാൻ പോകുന്നത്? വേണ്ടിപ്പോകരുത്. ഇനി ഇവിടെ ഒരു യുദ്ധം നടക്കാൻ പോവുകയാണ്. യുദ്ധം. അപ്പൊ പിന്നെ ആ യുദ്ധത്തിൽ നമ്മുടെ കാര്യം പോക്ക. അയ്യോ, നിങ്ങൾ എല്ലാവരും ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഇത്തവണ രുദ്ര ദീപാവലിക്ക് വേണ്ടിട്ട് കുറെ സ്പെഷ്യൽ ക്രാക്കേഴ്സ് ഉണ്ടാക്കിയിരിക്കുക. എന്നാൽ ആർക്കും ഒന്നും അറിയില്ല അവൻ എന്തുതരം പടക്കങ്ങളാ ഉണ്ടാക്കിയിരിക്കുന്നെന്ന്. സമാധാനച്ചല്ലേ, ഈ പറഞ്ഞ പടക്കങ്ങൾ അവരെവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് നോക്ക്. ഷക്ലീന, ഇനി ഈ കാര്യം ഓർത്ത് നീ ടെൻഷൻ അടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഞാൻ ലോർഡ് ഓഫ് ഡാർക്ക്നെസ്സിനെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ ദീപാവലി ആരും ആഘോഷിക്കാൻ പോകുന്നില്ല. അയ്യോ, ലോർഡ് ഓഫ് ഡാർക്ക്നെസ്സിനെ എന്തിനാ വിളിച്ചു വരുത്തിയത്? നമ്മുടെ ജീവിതം മൊത്തം ഇരുട്ടാക്കി മാറ്റാൻ ഇവിടെ രുദ്ര മാത്രം ഇരുന്നാ പോരെ? ക്രാക്കേഴ്സ് കിട്ടിക്കഴിഞ്ഞു. സബാഷ്. ഞാൻ ഇനി ഈ പടക്കങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചേക്കാം. വേഗം അവനെ തേടി കണ്ടെത്ത്. അത് ഇവിടെ തന്നെ എവിടെയെങ്കിലും കാണും. എന്താ ഇത്? ക്രാക്കേഴ്സ് ഒക്കെ എവിടെ പോയി? വേഗം അന്വേഷിക്കേ. യെസ് മാഡം കാങ്കു, നിങ്ങൾ എന്നെ വിളിച്ചിരുന്നോ? ഷക്ലീന, രുദ്ര ഇപ്പോൾ എന്നെ വിളിച്ചൊരു കാര്യം പറഞ്ഞിരുന്നു. അവനുണ്ടാക്കിയ സ്പെഷ്യൽ പടക്കങ്ങൾ കാണാതെ പോയെന്ന്. നിന്റെ ജെനി ജോഡിയോട് പറഞ്ഞേക്ക് ബാക്കപ്പ് എല്ലാം തയ്യാറാക്കി വെക്കാൻ പറയും. ഒരുപക്ഷെ രുദ്രയുടെ പ്ലാൻ നമ്പർ ശരിയായില്ലെങ്കിൽ പ്ലാൻ നമ്പർ 2 വർക്കാകട്ടെ. അയ്യോ, ഇതൊക്കെ എങ്ങനെയാ സംഭവിച്ചത്? മോഷണം പോയെന്നോ? എനിക്ക് സന്തോഷായി. മോഷണം പോയില്ലേ? മോഷണം പോയി. എനിക്കിപ്പോ സന്തോഷായി, തൃപ്തിയായി. എന്താണ് പ്ലാൻ നമ്പർ 2? ബാക്കപ്പ് പ്ലാനോ? എന്റെ കുട്ടികൾ രുദ്രയുടെ മുമ്പിൽ എപ്പോഴും നമ്പർ 2 ആണല്ലേ നിങ്ങൾക്ക്? എന്തുകൊണ്ടാണ്? പറയൂ, എന്തുകൊണ്ടാങ്ങനെ? നീ ഇപ്പൊ എന്താ ആലോചിക്കുന്നേ? നിന്റെ മുഖലക്ഷണം കണ്ടിട്ട് നീ നല്ല ടെൻഷനിലാന്ന് തോന്നുന്നു. അങ്ങനെയൊന്നുമില്ല മാഡം, ഞാനും എന്റെ ജെനി ജോഡിയും ചേർന്ന് ബാക്കപ്പ് പ്ലാൻ തയ്യാറാക്കി വെച്ചേക്കാം. എന്നാലും ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് രുദ്രയുടെ ആ സ്പെഷ്യൽ പടക്കങ്ങൾ കണ്ടെത്തും. എന്നാ ശരി, ഞാൻ ഇറങ്ങട്ടെ. എനിക്കൊരു കാര്യം നല്ലോണം അറിയാം. നീയും നിന്റെ കുട്ടികളും ചേർന്ന് രുദ്രയെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല. എനിക്കിപ്പോൾ വരുന്ന ദേഷ്യത്തിന് നിന്റെ കുട്ടികളോടൊപ്പം നിന്നെയും ചേർത്ത് വേഗം ക്രാക്കേഴ്സിനെ അന്വേഷിക്കേ. അത് ഇവിടെ തന്നെ എവിടെയെങ്കിലും കാണും. വാ, നമുക്ക് അകത്ത് ചെന്ന് ആ സ്റ്റാച്ചു റൂമിൽ അന്വേഷിക്കാം. ഒരുപക്ഷെ അത് അവിടെ ഒളിച്ചു വെച്ചിരുന്നെങ്കിലോ? അവരിപ്പോ നേരെ അകത്തേക്ക് വരികയാണ് ഷാക്കാൽ. സോഗയെ കൊണ്ട് ഇതൊന്നും പറ്റില്ല. സോഗയെ കൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് പോവാം. ഞാനാണ് ലോർഡ് ഓഫ് ഡാർക്ക്നെസ്.
ആരെങ്കിലും എന്നോട് ഏറ്റുമുട്ടിയാൽ അവർ ഇരുട്ടിൽ മായമായി മറഞ്ഞു പോകും. യെസ്, നീ ശരിക്കും കറക്റ്റ് സമയത്ത് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതെപ്പോഴും നല്ല പ്രകാശമുള്ള സ്ഥലമായിരുന്നല്ലോ, ഇവിടെ എങ്ങനെ ഇരുട്ടായി പോയത്? ഓ, തീഫ് ഓഫ് ഡാർക്ക്നെസ്. അപ്പൊ അത് നീയാണല്ലേ? നീയാണ് ഇതൊക്കെ ചെയ്തതല്ലേ? തീഫ് ഓഫ് ഡാർക്ക്നെസ് അല്ല, ലോർഡ് ഓഫ് ഡാർക്ക്നെസ്. ഞാനാണ് ലോർഡ് ഓഫ് ഡാർക്ക്നെസ്. ഇപ്പൊ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേക്ക്. ഈ പ്രാവശ്യത്തെ ദീപാവലിക്ക് പ്രകാശമല്ല, എങ്ങോട്ട് തിരിഞ്ഞാലും അവിടെ ഇരുട്ട് മാത്രമേ ഉണ്ടാകൂ. ദീപാവലിയുടെ ആഹ്ലാദം ഒന്നും ഉണ്ടാകില്ല. എല്ലാവരും സങ്കടത്തിലും വിഷമത്തിലുമായിരിക്കും. അതുകൊണ്ടാണ് നിന്നെ ഞാൻ തീഫ് ഓഫ് ഡാർക്ക്നെസ് എന്ന് പറഞ്ഞത്. നീ ദീപാവലിയുടെ പ്രകാശം അടിച്ചു മാറ്റാൻ വന്നതാ. പക്ഷേ രുദ്രയുടെ പ്രായത്തെയും പിന്നെ രുദ്രയുടെ മാജിക്കൽ പവേഴ്സെയും ഒരിക്കലും സംശയിക്കരുത്. നീ എങ്ങനെയാണ് ദീപാവലി ആഘോഷിക്കുന്നതെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ആദ്യം നിന്റെ ക്രാക്കസ് തിരിച്ചു കൊണ്ടുപോകാനുള്ള വഴി നോക്ക്. കുട്ടികളെ, നിങ്ങൾ ചെന്ന ക്രാക്കസ് അന്വേഷിക്കൂ. മിസ് സെക്യൂരിറ്റി, എന്താ പറ്റിയത്? ഇവിടെ ഒരു റേസ് നടക്കാൻ പാടില്ല. നിക്കവിടെ, അല്ലെങ്കിൽ ഞാൻ എല്ലാവരും ഡിറ്റൻഷൻ റൂമിലാക്കും. എന്നോടാണല്ലേ നിന്റെ കളി. ഞാനാണ് ലോർഡ് ഓഫ് ഡാർക്ക്നെസ്. ആരെങ്കിലും എന്നോട് ഏറ്റുമുട്ടിയാൽ ഇരുട്ടിൽ മായമായി മറഞ്ഞു പോകും. ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു? ഈ ഇരുട്ട്, ഇതിന്റെ കാരണക്കാരൻ ലോർഡ് ഓഫ് ഡാർക്ക്നെസ് തന്നെയാണ്. അതെ മാഡം, അവൻ നമ്മുടെ ദീപാവലി ആഘോഷം മൊത്തം നശിപ്പിക്കാൻ വന്നിരിക്കുക. രുദ്ര, നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. മാഡം, എന്റെ അടുത്ത് ഒരു ഐഡിയ ഉണ്ട്. ആദ്യം നിങ്ങൾ MBTV ബീസിനോട് പറയൂ, ക്രാക്കേഴ്സിനെ അന്വേഷിക്കാൻ പറയൂ. അതിവിടെ എവിടെയെങ്കിലും കാണും. ആ ക്രാക്കേഴ്സ് കിട്ടിയ ഉടനെ അത് റൂഫിന്റെ മുകളിൽ വെക്കാൻ പറയൂ. അതെ, ആ ലോർഡ് ഓഫ് ഡാർക്ക്നെസ്സിനെ ഞാൻ ഡീൽ ചെയ്തോളാം. നിനക്ക് നിന്റെ മുത്തശ്ശനെ രക്ഷിക്കണോ അതോ സ്കൂളിൽ ദീപാവലി ആഘോഷിക്കണോ? നിന്റെ കൈവശം ഇനി 1 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. മുത്തശ്ശ, മുത്തശ്ശ, എന്താ ഇത്? അതൊക്കെ എന്റെ കളിയായിരുന്നു. ഇപ്പൊ നീ എന്റെ പിടിയിലാണ്. ഇവനെന്താ പറയുന്ന മനസ്സിലായില്ലല്ലോ.
രുദ്ര രുദ്ര നിനക്കൊന്നും ചെയ്യാനാവില്ല. ഈ വർഷത്തെ ദീപാവലി ആരും ആഘോഷിക്കാൻ പോകുന്നില്ല. ലോർഡ് ഓഫ് ഡാർക്ക്നെസ്, നിൽക്കവിടെ. എല്ലാ സ്ഥലവും ഇരുട്ടാക്കി മാറ്റുന്നതാണ് എന്റെ ജോലി. ഞാൻ എവിടെ ചെന്നാലും അത് തന്നെയായിരിക്കും ചെയ്യുന്നത്. ഞാനാണ് ലോർഡ് ഓഫ് ഡാർക്ക്നെസ്. ഐ ലവ് ഡാർക്ക്നെസ്. എന്റെ മുത്തശ്ശൻ എപ്പോഴും പറയാറുണ്ട്, പ്രശ്നം എത്ര വലുതായാലും ശരി, മനസ്സ് നമ്മൾ ശാന്തമാക്കണം, എന്നാലേ വിജയിക്കാൻ പറ്റൂ. ബൂം ചെക്ക് ചെക്ക് ബൂം. മാജിക്കൽ പവർ ജനറേറ്റർ ക്രിയേറ്റോ. ഇവൻ ഇതെന്തായി ചെയ്യുന്നേ? മാജിക്കൽ പവർ ജനറേറ്റർ ഉണ്ടാക്കിയിരിക്കുകയാണ്. ദീപാവലി ഇവിടെ എല്ലാവരും ആഘോഷിക്കും. ലോർഡ് ഓഫ് ഡാർക്ക്നെസ്, നിനക്ക് എന്റെ പവറിനെ തടയാൻ പറ്റില്ല. തീർച്ചയായും തടഞ്ഞു നിർത്താനാവും. ഉടൻ തന്നെ ഞാൻ അവന്റെ ജനറേറ്റർ തകർത്തേ പറ്റൂ. അത് മാത്രം ചെയ്യരുത്. അതല്ലാതെ ഞാൻ കണ്ടിട്ട് വേറെ വഴിയൊന്നുമില്ല. ഇപ്പൊ ഞാനത് ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ എനിക്കിതൊരു അപമാനമായി മാറും. ഞാൻ ഇവിടെ ഉള്ളപ്പോൾ ഇവിടെ മൊത്തം പ്രകാശമായി മാറിയാൽ അവൻ എന്തോ ഒരു ചതിക്കുഴി ഉണ്ടാക്കിയിരിക്കുകയാണ്. രുദ്ര വളരെ മിടുക്കനാണ്. അവൻ ഇത് മനഃപൂർവ്വം എന്തോ ചെയ്യുന്നതാണ്. നീ ഇങ്ങനെ എടുത്തു ചാടി അവന്റെ വലയിൽ ചെന്ന് കുടുങ്ങാൻ പാടില്ല. ഇന്നലെ ജനിച്ച നരുന്ന് ചെക്കൻ എന്നെ എതിർക്കാൻ തുനിഞ്ഞോ? ഞാൻ എവിടേക്ക് ചെന്നാലും അവിടെ മൊത്തം ഇരുട്ടാക്കി മാറ്റുന്നതാണ് എന്റെ പതിവ്. ഞാനുള്ളപ്പോ ഇവൻ എങ്ങനെയാണ് പ്രകാശമാക്കി മാറ്റുന്നത്? ലോർഡ് ഓഫ് ഡാർക്ക്നെസ്, നിനക്ക് ജനറേറ്ററിന്റെ പവർ അടിച്ചു മാറ്റാൻ പറ്റില്ല. ഞാനിതൊക്കെ തട്ടിപ്പറിച്ച് കാണിച്ചു തരാം. ക്രാക്കേഴ്സ് മുഴുവനും കിട്ടിക്കഴിഞ്ഞു. കണ്ടോ ശാക്കാൽ, ഞാൻ അവന്റെ മാജിക്കൽ പവർ ജനറേറ്റർ മൊത്തത്തിൽ അങ്ങ് തകർന്നു കഴിഞ്ഞു. നീ ഇപ്പോ അവനെ അവിടുന്ന് സ്വതന്ത്രനാക്കിയിരിക്കുകയാണ്. എവിടെ? അവനിപ്പോൾ നിന്റെ തൊട്ട് മുമ്പിലുണ്ട്. രുദ്രയുടെ പ്രായത്യം അവന്റെ മാജിക്കൽ പവേഴ്സും ഒരിക്കലും സംശയിക്കാൻ പാടില്ല. അയ്യോ വേണ്ട. അയ്യോ സ്പെഷ്യൽ റോക്കറ്റ് വിടാൻ പോവാ. ഹാപ്പി ദിവാലി ടീച്ചേഴ്സ്. ഹാപ്പി ദിവാലി.
ഹാപ്പി ദിവാലി. ഇനിയിപ്പോ ഇവനെന്ത് ചെയ്യാനാ? അവനെ നീ മറന്നുപോയോ? അവനെ ഞാൻ വെച്ചിട്ടുണ്ട്. അയ്യോ നിർത്ത്. ഹാപ്പി ദിവാലി. ഹാപ്പി ദിവാലി. ഹാപ്പി ദിവാലി. Watch India's largest kids library only on Jio Hotstar. Download the app now.